ഞാൻ ഈ നിങ്ങളോട് പറയുന്ന കാര്യം ശരിക്കും ഈ ചെയ്യേണ്ട കാര്യങ്ങൾ 31-ാം തീയതി ലാസ്റ്റ് ഡേ ഓഫ് ദ മന്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ERP ഓപ്പറേഷൻസ് നിങ്ങളുടെ ബ്രാഞ്ചിൽ തുടങ്ങണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും തെറ്റുകൂടാതെ ചെയ്യുകയും ചെയ്ത് ഞങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്റ്റോക്ക് കൃത്യമാവുകയുള്ളൂ. ഈ സ്റ്റോക്ക് നിങ്ങൾ തരുന്ന സ്റ്റോക്കിന്റെ കൗണ്ട് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ, അതായത് ERP ഓപ്പണിംഗ് ആകുമ്പോൾ നിങ്ങളുടെ ഫ്ലോറിൽ ഇഷ്യൂ ചെയ്യാൻ വേണം. അതുപോലെ തന്നെ ഈ നിങ്ങൾ തരുന്ന സ്റ്റോക്ക് അക്കൗണ്ട്സ് ബുക്കിലേക്കും പോകും. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ മേളിലാണ്. കാര്യം പണ്ട് DMS ആയിരുന്നപ്പം അക്കൗണ്ട്സുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധം വരുന്നില്ലായിരുന്നു. എൻട്രീസ് ആയിരിക്കാം, മറ്റു രീതിയിലായിരിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. നിങ്ങൾ ഇവിടെയുള്ള ഓരോ ചലനങ്ങൾ പോലും അക്കൗണ്ട്സ് ബുക്കിൽ അതിന്റെ ഡിഫറൻസ് വരുത്തും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട്സിൽ അതിനുള്ള അക്കൗണ്ട്സുകാരുടെ ഡൗട്ടുകളും അല്ലെങ്കിൽ അവരുടെ കൺസേണുകളെല്ലാം നിങ്ങൾ പോയി നിന്ന് പരിഹരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻസ് പറയുന്നത്. അവിടെ ശരിക്കും ഒരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യാൻ 10 മിനിറ്റ് താമസിച്ചു പോയി, അല്ലെങ്കിൽ ഉച്ചവരെ നടന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് സ്പെയറിനെ സംബന്ധിച്ചാൽ വരുന്നെങ്കിൽ നിങ്ങൾ ആൻസറബിൾ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. ERP ഓപ്പറേഷൻസ് തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് ERPയിൽ കയറണം. ആ ERPയിൽ കയറാനുള്ള സ്റ്റോക്ക് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരണം എന്നുള്ളതാണ് ഈ പറഞ്ഞു തരുന്നത്. ഇത് കയറിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, നിങ്ങളുടെ ബ്രാഞ്ച് ലൈവായിട്ട് ERPയിലേക്ക് കയറുള്ളൂ. ERPയിലെ ഓപ്പറേഷൻസ് പോസിബിൾ ആവുള്ളൂ. നിങ്ങൾക്കറിയാം, ലേബർ മാത്രമുള്ള വണ്ടി ഇറങ്ങിപ്പോകും. പക്ഷെ നമുക്കറിയാം 99% വെഹിക്കിളിലും എങ്ങനെയാണെങ്കിലും സ്പെയറുകൾ ഉണ്ടാവും. അപ്പൊ സ്പെയർ ഇല്ലാത്ത സ്പെയർ ഉള്ള വെഹിക്കിൾസ് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് കയറിയേ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ബ്രാഞ്ച് അല്ല, നിങ്ങളുടെ ക്ലസ്റ്ററിലുള്ള 8 ബ്രാഞ്ചസും പ്ലസ് വെയർ ഹൗസ് ആണെന്ന് തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ അവരുടെ ഈ സ്റ്റോക്കുകൾ അവിടെ കയറണം. അതിനുള്ള സമയം നിങ്ങൾ സ്റ്റോക്ക് തരുന്നത് മുതൽ പിറ്റേ ദിവസം വരെയുള്ള സമയത്ത് ഞങ്ങൾക്ക് അത് കയറ്റാൻ പറ്റണം. ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ ആ ദിവസം അടുത്ത ദിവസം 1-ാം തീയതി രാവിലെ ഞങ്ങളെ ബ്രാഞ്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇറങ്ങും. അതിനുശേഷം ഇതിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം ഞങ്ങൾക്കില്ല. അതായത് ഞങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ സ്റ്റോക്ക് തരുന്ന മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇത് കയറണം. അപ്പൊ തെറ്റായ സ്റ്റോക്ക് നിങ്ങൾ തന്നാൽ, നിങ്ങൾ എന്തെങ്കിലും എടുത്ത് തരാനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് പോവില്ല. കാര്യം പ്രശ്നങ്ങളുണ്ടാവും. ആദ്യത്തെ പ്രശ്നം ഐറ്റത്തിൽ ഡ്യൂപ്ലിക്കേഷൻ, അതുപോലെ തന്നെ യൂണിറ്റ് റേറ്റ് ഇല്ലാതെ വരിക. അതുപോലെ തന്നെ വേറൊരു തലവേദനയും കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്തെ ഒരു തലവേദന എന്നാന്ന് വെച്ചാൽ, ഞാൻ ഈ ഫോർമാറ്റ് നിങ്ങളെ കാണിക്കാം. ഈ DMSൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തരേണ്ട ഫോർമാറ്റാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ഇത്ര ഹെഡിങ്ങുകളുണ്ട്. ഒന്നാമത്തെ പ്രൊഡക്റ്റ്, ഇതാണ് പാർട്ട് നമ്പർ. രണ്ടാമത്തെ UOM, യൂണിറ്റ് ഓഫ് മെഷർ. മൂന്നാമത്തെ ക്വാണ്ടിറ്റി. നാലാമത്തെ യൂണിറ്റ് റേറ്റ്. അഞ്ചാമത്തെ ബാച്ച് MRP. നാലാമത്തെ സപ്ലയർ ടെക്സ്റ്റ്. ഇതിൽ സപ്ലയർ ടെക്സ്റ്റ് ഓരോന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായി ഇത് പാർട്ട് നമ്പർ ആണെന്നുള്ളത്. യൂണിറ്റ് ഓഫ് മെഷർ എന്നാന്ന് മനസ്സിലായി. ക്വാണ്ടിറ്റി അറിയാം, നിങ്ങളുടെ ബ്രാഞ്ചിൽ എത്ര ഐറ്റം ഉണ്ട്. മൂന്നാമത്തത് യൂണിറ്റ് റേറ്റ്. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വാല്യൂ ആയിരിക്കും. അതായത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിൻ്റെ ഒരു വാല്യൂ ആയിരിക്കും. നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്ത് യൂണിറ്റ് റേറ്റ് തരണം. ഇനി നിങ്ങൾക്ക് ഇതിനു മുമ്പ് സ്പെയർസിന്റെ ഒരു ട്രെയിനിങ് രജനി മാഡം വഴി ഉണ്ടായിട്ടുണ്ട്. അന്ന് എങ്ങനെയാണ് ഇതിന്റെ MRP ടാഗ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡിവിജ്വലി കീപ്പ് ചെയ്യുന്ന ഒരു എക്സൽ ഫയൽ ഉണ്ട്. ആ എക്സൽ ഫയൽ നമ്മളത് കീപ്പ് ചെയ്ത് പോകുന്നു. ആ എക്സൽ ഫയൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MRP എടുക്കുന്നത്. അത് ലുക്കപ്പ് ചെയ്താണ് ഇവിടെ വരേണ്ടതെന്നൊക്കെ അന്ന് പുള്ളിക്കാരി ട്രെയിനിങ് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി ഈ സപ്ലയർ ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. കാര്യം മാരുതിയിലും സപ്ലൈ ടെക്സ്റ്റ് പ്രിസൈസ് ആയിട്ടൊന്നും അല്ല പോകുന്നത്, കൃത്യമായ രീതിയിലല്ല. പക്ഷെ MRP ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെക്ക് ചെയ്യുക, യൂണിറ്റ് റേറ്റ് MRPയും തമ്മിൽ ഡിഫറൻസ് ഇല്ലാത്ത ചില കേസുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ഡെമോ നിങ്ങളുടെ ബ്രാഞ്ചിൽ എടുത്ത് നോക്കുക. യൂണിറ്റ് റേറ്റ് ചില സ്ഥലങ്ങളിലെ MRPയേക്കാളും കൂടുതലും ആയ സ്ഥലങ്ങളുണ്ട്, ചില അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിപ്പോ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെയുള്ള ഏജ്, നമ്മളൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് എന്നാ വെച്ചാൽ ആൻ ആവറേജ് ഓഫ് 30 എന്നുള്ള ഏജ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത് ERPയിൽ. ഇനി സപ്ലൈ ടെക്സ്റ്റ് നമ്മളെ AIയിൽ അതാണ് തുടങ്ങുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ ഒത്തിരി കൊടുക്കുന്നില്ല. അപ്പം അതിന് കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ബാച്ച് അറിയാനുള്ള ഒരു മാർഗവും മാരുതിയുടെ റിപ്പോർട്ടുകളിലെങ്ങും ഇല്ല.
ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് സപ്ലൈ ടെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ AA കൊടുത്തു പോകും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിള് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ യൂണിറ്റ് റേറ്റ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വാല്യൂന്ന് ഈ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്ത് എടുക്കണം കൃത്യമായിട്ട്. ബാച്ച് MRP ലുക്കപ്പ് ചെയ്ത് വരണം. സപ്ലൈ ടെക്സ്റ്റ് AA കൊടുക്കുക. ഇപ്പം കാര്യം എല്ലാത്തിനും AA കൊടുത്താലും ഇതാണ് നിങ്ങൾക്ക് തരേണ്ടത്. ഇത് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് എടുത്ത് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് ബാച്ച് MRP ലുക്കപ്പ് ചെയ്യുക. സപ്ലൈ ടെക്സ്റ്റ് AA തന്നെയായിട്ട് എഴുതുക. സപ്ലൈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ബാച്ച് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ സ്പെയർ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇത് ഒരു CSV ഫോർമാറ്റ് ആണ്. നിങ്ങളത് ഞങ്ങൾക്ക് ഇത് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇത് ഓപ്പണിംഗ് കയറ്റുന്നത് നിങ്ങളുടെ ബ്രാഞ്ചിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു 1000 സ്റ്റോക്കിനൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂറിനടുത്ത് സമയം എടുക്കും. നിങ്ങളുടെ വെയർ ഹൗസിലെ സ്റ്റോക്ക് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതനുസരിച്ച് ഞങ്ങൾക്ക് ഒരു 3 മണിക്കൂറോട് എടുക്കും. 3 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ വരെ എടുക്കാം. ഇപ്പൊ 7500 ഐറ്റംസ് ഉണ്ട്. 7500 8000ന്റെ ഉള്ളിൽ വരും. അത് ഞങ്ങൾക്ക് നല്ലൊരു സമയം വേണം. അപ്പൊ നിങ്ങൾ മിഡ് നൈറ്റിൽ എനിക്ക് തോന്നുന്നു വെയർ ഹൗസിലെ നിങ്ങൾക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് തരാൻ പറ്റുമായിരിക്കും അല്ലേ? കാര്യം നിങ്ങളൊരു 6 മണിയോടെ നിങ്ങളുടെ ഓപ്പറേഷൻസ് ക്ലോസ് ആവൂലേ വെയർ ഹൗസിലെ? ആണല്ലോ. അപ്പൊ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ വർക്ക് ഇൻ പ്രോഗ്രസ് മിനിമം ആക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് നില്ലാക്കി തരുന്നതാണ് നല്ലത്. റിട്ടേൺ എടുത്ത് തരുന്നതാണ് നല്ലത്. കാര്യം ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കുന്ന സമയം വെച്ച് ചില വെഹിക്കിൾസിന്റെ സ്റ്റോക്ക് ഒക്കെ മിസ്സാകാനുള്ള സാധ്യതകളുണ്ട്. ഞങ്ങൾക്ക് കോട്ടയത്തൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ എടുക്കുക, എന്നിട്ട് സ്റ്റോക്കിൽ കയറുക. അത് നിങ്ങൾ പിന്നെ ഇഷ്യൂ ചെയ്ത് കൊടുത്തോളുക. ഇല്ലെങ്കിൽ ഉള്ള തലവേദനകൾ ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നി നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ തരിക. ഇല്ലെങ്കിൽ ഈ നൈറ്റ് എടുക്കുമ്പോൾ ഇത് മിസ്സാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് തരേണ്ട ഫോർമാറ്റാണിത്. അതിൻ്റെ അകത്തും ഇതുപോലെ തന്നെയാണ്. പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി, ബാച്ച് MRP. ഇനി യൂണിറ്റ് റേറ്റ് ഇല്ല. കാര്യം നമ്മളത് ഇഷ്യൂ ചെയ്ത് പോയേക്കുന്നതായതുകൊണ്ടാണ് യൂണിറ്റ് റേറ്റ് കൊടുക്കാതെ. രണ്ടാമത് ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു. ഇതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് കയറുമ്പോൾ അതിനൊരു എൻട്രി അക്കൗണ്ട്സിലേക്ക് പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നിങ്ങളുടെ സ്റ്റോക്കിന്റെ വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ അങ്ങനെ ഒരു വാല്യൂ അല്ല വരുന്നത്. പറഞ്ഞ മനസ്സിലായി. അക്കൗണ്ട്സ് ബുക്കിലേക്ക് എൻട്രി പോകുന്നില്ല. നിങ്ങളുടെ സ്റ്റോക്കിൽ അതിന്റെ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റോക്ക് വാല്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വേണം അത് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്റ്റോക്ക് വാല്യൂഷനിലൊക്കെ ഡിഫറൻസ് വരും. അപ്പൊ ഏറ്റവും നല്ലത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് നില്ലാക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് തലവേദനകൾ കുറവായിരിക്കും. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടിയെന്ന് തോന്നുന്നു. ഇനിയുള്ള നമ്മുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 കാര്യങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തതാണ് നിങ്ങൾക്ക് ഇച്ചിരി തലവേദന വരാൻ സാധ്യതയുള്ള സാധനമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. പെയിന്റ് കൺസ്യൂമേഴ്സിന്റെ ഒക്കെ ഓപ്പണിംഗ് സ്റ്റോക്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എനിക്കൊരു ഹെൽപ്പ് വേണം. നിങ്ങളുടെ എല്ലാ ബ്രാഞ്ചിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഓരോ ബ്രാഞ്ചും എനിക്കൊന്ന് പറയാമോ നിങ്ങളുടെ അവിടുത്തെ കൺസ്യൂമബിൾ ഏതാണെന്നുള്ളത്? ഞാനൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാനായിട്ടാണ്. കാര്യം എന്താ വെച്ചാൽ അവിടെ വന്നു കഴിയുമ്പോൾ ചിലർ പുതിയ കൺസ്യൂമബിളൊക്കെ വന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പെയിന്റ്, ഞാൻ കൺസ്യൂമബിൾ എന്ന് പറയുന്ന പെയിന്റ് ആട്ടോ ആദ്യം. അപ്പൊ ചാലക്കുടി ഏതാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് പറയാമോ? ചാലക്കുടിയിലെ പെയിന്റ് കൺസ്യൂമബിൾ ഏതാന്ന് പറയാൻ പറ്റുമോ? സുനിൽ അൺമ്യൂട്ട് ചെയ്യുന്ന എന്നിട്ട് പറയേ. കൺസ്യൂമർ സ്റ്റോക്ക് ആണോ? അല്ല, പെയിന്റ് കൺസ്യൂമബിൾ ഏതാ? ഏത് കമ്പനി യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഏതാണ്? അക്സാൾട്ടയുടെ നോർമൽ ആണല്ലോ അല്ലേ? വാട്ടർ ബേസ്ഡ് ഒന്നും അല്ലല്ലോ, പ്രൊമാക്സ് പ്രോ ഒന്നും അല്ലല്ലോ. അല്ല, ചാലക്കുടി അക്സാൾട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് തൃശ്ശൂർ ഏതാ യൂസ് ചെയ്യുന്നത്? ഡ്യൂപോണ്ട്. നിങ്ങൾ അതിനെ എനിക്ക് സ്റ്റോക്ക് എടുത്ത് തരേണ്ട ആൾക്കാരാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലായി. ഡ്യൂപോണ്ട് എന്നാണോ പറയുന്നത്? നമുക്ക് എന്റെ അറിവ് പ്രകാരം അക്സാൾട്ട ഉണ്ട്. അക്സാൾട്ടയുടെ തന്നെ വാട്ടർ ബേസ് ഉണ്ട്, പ്രൊമാക്സ് പ്രോ.
സിക്വൻസ് ഉണ്ട്, സിക്വൻസിന്റെ തന്നെ വാട്ടർ ബേസ്ഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ PPG. ഇതൊന്നും അല്ലാത്ത സാധനം ഉണ്ടോ? ഡ്യൂപോണ്ട് എന്ന് പറയുന്ന ഏത് കമ്പനിയാ? ഈ അക്സാൽട്ട എന്ന് പറഞ്ഞത് തന്നെയാന്ന് തോന്നുന്നു ഡ്യൂപോണ്ട് വരുന്നത്. ഇപ്പൊ നിങ്ങളല്ല അല്ലേ ഇത് ഹാൻഡിൽ ചെയ്യുന്നേ? അല്ല. ഇനി അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ചിരുന്നോ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇച്ചിരി തലവേദനയുള്ള കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് കേൾക്കുന്നത് കൺഫ്യൂഷനും പ്രശ്നങ്ങളുമാണ്. തൃപ്രയാർ ഏതാ ഉപയോഗിക്കുന്നത് അറിയാമോ? തൃപ്രയാറുണ്ടോ? ആളുണ്ട്. സിന്ധു ഏതാ യൂസ് ചെയ്യണേ? ഏഷ്യൻ പെയിന്റ്സിന്റെ ഏഷ്യൻ PPG അല്ലേ? ഓക്കെ. പിന്നെ കുന്നംകുളം ഏഷ്യൻ പെയിന്റ്സ് തന്നെയാണ് കുന്നംകുളം അല്ലേ? ഓക്കെ. പിന്നെ കുന്നംകുളം കഴിഞ്ഞ് പിന്നെ പാലക്കാട് ഷൊർണൂര് അല്ലേ? പാലക്കാട് ഏഷ്യൻ PPG ആണോ? ഉറക്കെ പറയാമോ? ഏഷ്യൻ PPG അല്ലേ? ഏഷ്യൻ PPG ആണ്. ഷൊർണൂരോ? PPG ആണ്. ഇപ്പൊ ശരിക്കും ഇനി എടപ്പാളും കൂടെ പറയൂ. അക്സാൾട്ടയാണ്. ഓക്കെ. ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്തോട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതിയേ. ഡിസ്റ്റർബൻസ് വരും. ഇനി പറയുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ പെയിന്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഗ്രാമിലാണ്. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ബ്രാഞ്ചിൽ വന്ന് നിന്ന് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു ഐറ്റം എടുക്കാൻ വരും. അതാ ഒരു പെയിന്റ് തൂക്കം നോക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. അവിടെ ഒരു ഡബ്ബ വെക്കും. അപ്പോൾ അതിൽ ഏത് പെയിന്റ് ആണോ, ഞാനിപ്പോൾ അക്സാൾട്ട പറയാം, അക്സാൾട്ടയുടെ ഒരു ഐറ്റം ആണ് അത്. ഫസ്റ്റ് ഐറ്റം എടുക്കുന്നു, ഈ തൂക്കം നോക്കുന്ന മെഷീനിൽ 0 ആക്കുന്നു, അവർക്ക് വേണ്ടത്ര പെയിന്റ് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് തൂക്കം കാണിക്കുന്നു. അതെടുത്ത് അടുത്ത ടിൻ വരുന്നു. ഇപ്പൊ ഇതുവരെയുള്ള തൂക്കത്തെ 0 ആക്കുന്നു, അടുത്ത മെഷീൻ ബോട്ടിൽ വെക്കുന്നു, അതിൽ നിന്ന് ഒഴിക്കുന്നു. അത് എത്ര ഗ്രാമാണ് അവർക്ക് ആവശ്യം, ആ ഗ്രാം ആകുമ്പോൾ അവർ നിർത്തുന്നു, അത് ക്ലോസ് ചെയ്യുന്നു, അടുത്ത ടിൻ എടുക്കുന്നു. ഇങ്ങനെ എന്നിട്ട് താഴെ ഇരിക്കുന്നത് ഇതുവരെ എടുത്ത ക്വാണ്ടിറ്റി 0 ആക്കുന്നു. അപ്പം അങ്ങനെ ഓരോരോ ഐറ്റം എടുത്താണ് അവർ ഒരു പെയിന്റ് മിക്സ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമിലാണ് ഇത് ഇഷ്യൂ ആകുന്നത്. അവരെടുക്കുന്നത് ഗ്രാമിലാണ്. നമുക്ക് പെയിന്റ് ഇഷ്യൂ നടക്കുന്നത് ഗ്രാമിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നം ERP-യിൽ ഇതിന്റെ പർച്ചേസ് ഇൻവെന്ററി എത്ര സ്റ്റോക്ക് കയറി എന്നുള്ളത് കാണിക്കേണ്ടതും ഗ്രാമിലാണ്. പക്ഷെ നമ്മൾ ലിറ്ററിലാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ബെറ്റ്. അതായത് ലിറ്റർ മേടിക്കുന്ന സാധനത്തിന് നമുക്ക് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള അതായത് ലിറ്ററിൽ ഉള്ള ഒരു ഐറ്റത്തെ ഗ്രാമിലേക്ക് കൺവേർട്ട് ആകുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. അതിന് പറയുന്നതാണ് ഡെൻസിറ്റി ഫാക്ടർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ഏഷ്യൻ PPG ആണെന്ന് തോന്നുന്നു. 4 പേര് ഏഷ്യൻ PPG പറഞ്ഞു, 3 പേര് അക്സാൾട്ട പറഞ്ഞു. ഇതില് എനിക്ക് ഏഷ്യൻ PPG ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏഷ്യൻ PPG-യുടെ ഫയലല്ല ഞാനിപ്പോ എടുത്തു വെച്ചേക്കുന്നത്. ഏകദേശം ഇങ്ങനെ ഒരു ഫയലാണ് ഏഷ്യൻ PPG-യുടെ ഫയലായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. മെറ്റീരിയലിന്റെ പേര് ഇത്, ഇതിനുശേഷം SKU, ഇതിന്റെ പേര്, ഇത് മെറ്റീരിയലിന്റെ കോഡ്, ഇത് വരുന്നത്. ഇനി ഇതിന്റെ ഡെൻസിറ്റി. ഈ ഡെൻസിറ്റി എന്ന് പറയുന്ന ഫാക്ടറാണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡെൻസിറ്റി, ഈ ഡെൻസിറ്റി ആണ് ഇമ്പോർട്ടന്റ്. ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ച ഈ P425-900 എന്ന് പറയുന്ന ഐറ്റത്തിൽ അവർ തരുന്ന 1 ലിറ്റർ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന 1303 ഗ്രാം പെയിന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ അവൈലബിൾ സ്റ്റോക്ക് ആയിരിക്കും നിങ്ങൾ ഒരെണ്ണം പർച്ചേസ് ചെയ്താൽ. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞു ഇത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള കണക്കായി പറഞ്ഞേക്കുന്നത്. ഈ സാധനം എടുത്തു, നിങ്ങളത് ബോട്ടിൽ പൊട്ടിച്ചിട്ടില്ല, കമ്പനി പറയുന്നു അതിൻ്റെ അകത്ത് 1303 ഗ്രാം ഉണ്ട്. പൊട്ടിച്ചു പോയാൽ എങ്ങനെ നമുക്ക് ഇതിനെ അറിയാൻ പറ്റും? ഇത് പൊട്ടിച്ചാൽ നമുക്ക് അറിയാനുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഈ മുമ്പേ ഞാൻ പറഞ്ഞ ഗ്രാമിൽ തൂക്കം നോക്കുന്ന മെഷീനിൽ കൊണ്ടുപോയി വെക്കുക.
ടോട്ടൽ തൂക്കം ഉണ്ട് അവിടെ. ആ തൂക്കത്തിൽ നിന്ന് കമ്പനി ഇവിടെ ഒരു ഐറ്റം തന്നിട്ടുണ്ട്, MD ലിഡ് ടിന്ന് വെയിറ്റ് ഗ്രാം. അതായത് ഇവര് തന്നേക്കുന്ന 1 ലിറ്ററിന്റെ ടിന്നിൽ 400 ഗ്രാം അതിന്റെ ടിൻ വെയിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ വന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിക്കാത്ത ഒരു ടിൻ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഈ 1303 പ്ലസ് ഇത്രയും വരണം. ഞാനിത് തൂക്കി നോക്കിയിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് പൊട്ടിക്കാത്ത ഒരു ടിന്ന് P425-900 കൊണ്ട് നിങ്ങൾ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ 1703 ഗ്രാം ഉണ്ടാവണം. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് തൂക്കി നോക്കുമ്പം ഈ ആദ്യത്തെ ഐറ്റത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന 900 ഗ്രാമാണ് വെയിറ്റ് നിങ്ങൾ ആ മെഷീനിൽ തൂക്കുന്നത്. ആ 900 ഗ്രാം തൂക്കി നിങ്ങൾക്ക് അതിൽ നിന്ന് ലിഡിന്റെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആക്ച്വലി എത്ര ഗ്രാമാണ് പെയിന്റ് അതിൻ്റെ അകത്ത് ഉള്ളതെന്ന്. പിടികിട്ടിയോ? ഇതാണ് ഇതിൻ്റെ അകത്തെ ഒന്നാമത്തെ കൺസെപ്റ്റ്. ഒന്നാമത്തെ കാര്യം, പൊട്ടിച്ചിട്ടില്ലാത്തതിന്റെ വെയിറ്റ് കമ്പനി തന്നിട്ടുണ്ട്. പൊട്ടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ചുമതലയാണ്. അതിനുള്ള നമ്മുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ ലിഡിന്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ലിഡിന്റെ വെയിറ്റ് ഞാൻ ബ്ലൂ കളറിൽ ഇട്ടിട്ടുണ്ട്. വേണ്ട, ഈ കളർ ഇട്ടേക്കുന്ന ലിഡിന്റെ വെയിറ്റാണ്. അതായത് നമുക്ക് തന്നേക്കുന്ന ബോട്ടിൽ ടോട്ടൽ തൂക്കം എടുക്കുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് കണ്ടന്റും ഉണ്ട്, ബോട്ടിലിന്റെ വെയിറ്റും ഉണ്ട്. അതിൽ നിന്ന് ബോട്ടിലിന്റെ വെയിറ്റ് ഇത്ര ആയിരിക്കും എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന കണ്ടന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തൂക്കം. ഈ 2 കാര്യങ്ങളെ വെച്ചാണ് നമുക്കിത് അറിയാൻ പറ്റുന്നത്. ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ ഞാൻ കുറെ കാൽക്കുലേഷനൊക്കെ കുറെ ചെയ്തു നോക്കിയേക്കുന്നത്. അപ്പോൾ ഈ 2 കൺസെപ്റ്റുകളിൽ നിന്നാണ് നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന ടോട്ടൽ തൂക്കം എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്നാ വെച്ചാൽ മിക്കവാറും പേര് ഇത് ബോഡി ഷോപ്പിന്റെ കസ്റ്റഡിയിലായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡായിട്ടുണ്ടാവില്ല. ഇനി ഈ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ഇത് സ്റ്റോക്കിലേക്ക് ഇത് കയറണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി പേര് പകച്ചു പോകുന്നുണ്ട്. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള ഇത്ര ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ഗ്രാമിൽ എങ്ങനെ അറിയാം. ഒന്നാമത്തെ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ 3-4 തവണയായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഡെൻസിറ്റി എന്ന് കമ്പനി പറയുന്ന സാധനമാണ് പൊട്ടിക്കാത്ത ഒരു ബോട്ടിലിന്റെ വെയിറ്റ്. പൊട്ടിച്ചു പോയാൽ അതിന്റെ വെയിറ്റ് അറിയണമെങ്കിൽ നമ്മൾ തൂക്കി നോക്കുക, ലിഡിന്റെ വെയിറ്റ് കുറയ്ക്കുക. ഇതാണ് നടക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനി യൂസ് ചെയ്യുന്നത്, ഞാൻ കുറെ പെയിന്റുകളുടെ പേരൊക്കെ പറഞ്ഞു. ഏഷ്യൻ PPG പറഞ്ഞു, അതുപോലെ തന്നെ അക്സാൾട്ട പറഞ്ഞു, സിക്കൻസ് പറഞ്ഞു. അക്സാൾട്ടയ്ക്കും സിക്കൻസിനും വാട്ടർ ബേസ് ഉണ്ട്, വാട്ടർ ബേസ് പെയിന്റുകൾ. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വേറൊരു ഷീറ്റാണ്. ഈ കാണുന്ന ഷീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ, വെറുതെ പേടിക്കും, ഇതൊന്നും വേണ്ട, ഹൈഡ് ചെയ്തേക്കാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ERPയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പെയിന്റുകളും ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ERPയിൽ പാർട്സിന് ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള മാസ്റ്ററുകളോ പ്രൈസോ ഒന്നുമില്ല, കോമൺ ആണ്. അതായത് നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്നതിൽ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതിനൊരു ഒറ്റ പ്രൈസേ വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് തന്നെയാണ് ഈ കൺസെപ്റ്റ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ വരാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ലോക്കൽ പർച്ചേസ് ചെയ്യുന്ന ബാറ്ററി വാട്ടർ, ടാഗ്, ഇതിനൊക്കെ സെപ്പറേറ്റ് പ്രൈസ് ആയിരിക്കും. പക്ഷെ ERP വന്നാൽ അതിന് ഒരു പ്രൈസ് വന്നേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് സുരേഷ് അയ്യലിന്റെ മെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾ കൺഫേം ചെയ്ത് നിങ്ങളുടെ പ്രൈസ് എങ്ങനെയാണ് ടാഗ് ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് വരിക. അപ്പൊ ഇനി ഇവിടെ പ്രൊമാക്സ് പ്രോ, ഇത് ഇത്ര നേരം ഞാൻ ഏഷ്യൻ പെയിന്റിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ നോക്കുക, ഏഷ്യൻ പെയിന്റ്
ഇത് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഏഷ്യൻ PPG ആണ്. ഏഷ്യൻ PPG വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നിങ്ങളുടെ MGA MGP MVP ഒക്കെ കൂടെ തന്നെയാണ് ഈ സാധനങ്ങളും വരുന്നത്. അപ്പൊ നിങ്ങൾ അടിക്കുന്ന കോഡ് അനുസരിച്ചാണ് ഇത് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഇടകലർന്ന കിടക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഞാൻ പേര് കൊടുത്തേക്കുന്നത് ഏത് പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റിന്റെ പേര് തന്നെയാണ് ആദ്യം കൊടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ AM01 എന്ന് പറയുന്നത് ഒരു ഐറ്റം രണ്ട് കമ്പനി ഒരുമിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, തെറ്റും, സോഫ്റ്റ്വെയറിൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന്റെ പേര് ആദ്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്രോമാക്സ് പ്രോ എന്നൊക്കെയാണ് നമ്പർ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതർ കൺസ്യൂമബിൾസ് ഉണ്ട് കുറെ. ഇതെല്ലാം ഈ ഒരൊറ്റ മാസ്റ്ററിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നിടത്ത് ഇതെല്ലാം വരും. അതുപോലെ സിക്വൻസിന്റെ പെയിന്റും എല്ലാം സിക്വൻസിന്റെ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഇതേ പേരിൽ വേണം ERP-യിൽ ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കിട്ടാൻ. ഇപ്പൊ ഞാൻ ഏഷ്യൻ PPG ഉള്ളവരെ നോക്കുക. ഇതാണ് ഏഷ്യൻ PPG-യിൽ ഇതിന് കൊടുത്തേക്കുന്ന പേര്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന കോഡുകൾ. അപ്പൊ നിങ്ങൾക്ക് ഈ കോഡുകൾ അറിയാം. ഏഷ്യൻ PPG നിങ്ങൾ ഞങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് തരുമ്പോൾ ഇതേ ഫോർമാറ്റ് തന്നെയാണ് റിക്വയർഡ് ആയിട്ട് വരുന്നത്. നിങ്ങൾ എന്താണോ കൺസ്യൂമറിൽ കൊടുത്തേക്കുന്നത്, അല്ല പിന്നെ DMS MGA MGPക്ക് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഒരു ഫോർമാറ്റിലാണ് ഇതും വരേണ്ടത്. അതെല്ലാം ക്ലോസ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനായിട്ട് ഇപ്പോൾ ഏഷ്യൻ PPG-യുടെ കൺസ്യൂമബിൾ മാസ്റ്റർ ഞാൻ ഈ ഒരു എക്സൽ ഉണ്ട്. ഈ എക്സൽ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഏഷ്യൻ PPG-യുടെ ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഡെൻസിറ്റി ഫാക്ടർ കാണാൻ പറ്റും. അതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ ഇതില് pre-GST എമൗണ്ട്, പ്രൈസ് പെർ ഗ്രാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇതില് നമ്മൾ ഈ സ്റ്റോക്കിന് ഒരു വാല്യൂ ഉണ്ട്, പെയിന്റ് സ്റ്റോക്കിന് ഒരു വാല്യൂ ഉണ്ട്. ഇത് ഈ ERP-യിലേക്ക് വരും. നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എക്സൽ ഏഷ്യൻ PPG-കാർ തന്നിട്ടുണ്ടാവും. ആ എക്സലിൽ നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതെല്ലാം ടാബുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ അക്കൗണ്ട്സിൽ കൊടുക്കുമായിരുന്നു. ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. ERP-യിൽ അത് ഈക്വലി ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന pre-GST എമൗണ്ട് ഇതിനെ വെച്ചാണ് ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഡെൻസിറ്റി ഇത്ര ഗ്രാം ഐറ്റം ഉണ്ടെങ്കിൽ, 1 ഗ്രാം ഐറ്റം ആണെങ്കിൽ ഇൻറ്റു ഈ പ്രൈസ്, ഇതായിരിക്കും ഇതിന്റെ വാല്യൂ വരാൻ പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടുന്ന് സ്റ്റോക്ക് എടുത്ത് തരുമ്പം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങളുടെ സ്റ്റോക്ക് അവിടെ ഇവിടെയുണ്ട്. ഇതാണ് നമുക്ക് ERP-യിൽ ഇതിന്റെ പാർട്ട് നമ്പർ. ഈ പേരിൽ എത്ര ക്വാണ്ടിറ്റി എന്താണ് ഇതെന്നുള്ളതാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത്. ഈ ഐറ്റം എടുക്കുന്നു, പൊട്ടിക്കാത്ത ബോട്ടിലുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിൽ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഐറ്റം നിങ്ങൾ എടുത്തു. പൊട്ടിക്കാത്ത 2 എണ്ണം ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട 2 ബോട്ടിലുണ്ട്. 2 ഇൻറ്റു പൊട്ടിക്കാത്തതിൻ്റെ ക്വാണ്ടിറ്റി ഇതെങ്ങനെ അറിയാമെന്ന് ഞാൻ പറഞ്ഞു. ഡെൻസിറ്റി കൊണ്ട് ഇതാണ് 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഈ P420-902 എന്ന് പറയുന്നതിൻ്റെ 2 ബോട്ടിലുണ്ട്. അപ്പോൾ എത്രയും നിങ്ങൾക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 994 ഗ്രാം ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 2 ക്വാണ്ടിറ്റി കിട്ടും. ഇനി ഇതിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു നമുക്ക് എത്ര ഗ്രാം ഉണ്ടോ അതിൻ്റെ പെർ ഗ്രാം പ്രൈസ് ഇവിടെയുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വാല്യൂ. നിങ്ങൾ തരേണ്ട സാധനം നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെയാണ്. പെയിന്റ് ക്ലോസിംഗ് ഫോർമാറ്റും മുമ്പ് കണ്ട പോലെ തന്നെ ഒരു ഫോർമാറ്റാണ്. ഇവിടെ അക്സാൾട്ടയുടെയാണ് ഇട്ടേക്കുന്നത്. അക്സാൾട്ട 1051R പ്രൈമർ സർഫേസ് ഗ്രേ എന്ന് പറയുന്ന ഗ്രാം. അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർ എല്ലായിടത്തും GRM എന്നാണ് ഇട്ടേക്കുന്നത്. GRM. അത് കഴിഞ്ഞ് അതിൻ്റെ ക്വാണ്ടിറ്റി
എത്ര ഗ്രാമാന്നുള്ളത്. ഇപ്പം നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പറിച്ച് കാണിക്കാം. ഇതാണ് ഐറ്റം. ഇപ്പോൾ ഈ ഐറ്റം ERPയിൽ കൊടുത്തേക്കുന്ന പേര് ഏഷ്യൻ PPG. ഈ പേരാണ്, ഈ കോഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു പേരാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഏഷ്യൻ PPG വന്നു, ഗ്രാം തന്നെയാണ് യൂണിറ്റ്, എല്ലാത്തിനും ഗ്രാം തന്നെയാണ്. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഗ്രാം ആണെന്ന് നോക്കി. എനിക്ക് പൊട്ടിക്കാത്ത ഒരു ബോട്ടിലുണ്ട്, 2 ബോട്ടിലുണ്ട്. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, നിങ്ങളിത് കണ്ടു. ഈ 994 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പറേ ഈ പ്രൈസ് പെർ ഗ്രാം എടുത്തു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ വാല്യൂം കിട്ടി. ഇത് ഈ സാധനം ഞാനിവിടെ കൊണ്ടുവന്ന് ചെയ്തു. ഇത്ര ഗ്രാം എനിക്ക് ഐറ്റം ഉണ്ടെന്നും ഇതിൻ്റെ വാല്യൂ ഇത്രയാണെന്നും ഞാൻ വെച്ചു. ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാം കൊടുത്താൽ മതി, 3.15. ഇതാണത്. ഇത് ഈ എമൗണ്ട് ബാച്ച് MRP ഇത് തന്നെ കൊടുത്താൽ മതി. ഇതിനെ സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്തോളൂ ഇതിൻ്റെ വാല്യൂ. അതായത് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇത് തമ്മിൽ ഇതിൻ്റെ ഗ്രാമും ക്വാണ്ടിറ്റിയും യൂണിറ്റ് റേറ്റും മൾട്ടിപ്ലൈ ചെയ്ത് സോഫ്റ്റ്വെയർ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തോളൂ. അപ്പം നിങ്ങൾ യൂണിറ്റ് റേറ്റ് pre-GST പെർ ഗ്രാം ആയിട്ട് തരിക. പിന്നെ ബാച്ച് MRP എന്ന് പറയുന്നത് ഒരു ബാച്ചാണ് ക്രിയേറ്റ് ആകുന്നത്. നിങ്ങൾ എത്ര പേര് ഈ ERPയിൽ തന്ന ട്രെയിനിങ്ങിനനുസരിച്ച് നിങ്ങളുടെ സ്പെയർ ലൊക്കേഷനും കാര്യങ്ങളും ERP ട്രാൻസാക്ഷൻസ് സ്പെയറിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആരും തന്നെ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. ഈ സ്പെയർക്ക് ഇഷ്യൂ ചെയ്യുമ്പം ഓരോ ബാച്ച് പോലെയാണ് കാണിക്കുന്നത്. ക്വാണ്ടിറ്റി ബാച്ച് ക്വാണ്ടിറ്റി അല്ല ബാച്ച് MRP പാർട്ട് നമ്പർ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു പോപ്പപ്പ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇതും അങ്ങനെ തന്നെ വരും. ഇവിടെ ഈ MRP ആയിരിക്കും, ഇവിടെ കൊടുക്കുന്ന MRP ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ബാച്ചിൽ ഈ ക്വാണ്ടിറ്റി കാണിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ആദ്യം AA ബാച്ച്, ഇതിൽ പ്രൈസ് 3.15 MRPയിൽ ഇത്രയും സോറി ഇതൊരു ഇതായിട്ട് വരും. ഇതിൽ ഇത്ര ഗ്രാം ഇഷ്യൂ ചെയ്യാനുണ്ടെന്നായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് തരേണ്ട കാര്യം ഇങ്ങനെയായിരിക്കും. ആദ്യം പെയിന്റ് കൺസ്യൂമറിന്റെ പേര്, അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി, ഇത് പെർ ഗ്രാം pre-GST എമൗണ്ട് പെർ ഗ്രാം. ഇത് MRP അത് തന്നെ കൊടുത്തേക്കുക. കാര്യം നിങ്ങൾക്ക് വരുന്ന ബാച്ചിൽ ആ MRP എത്രയാണ് കാണിക്കാൻ വേണ്ടി വരുന്നത്. ഇനി അത് സപ്ലൈ ടെസ്റ്റ് AA തന്നെ കൊടുത്തേക്കുക, ഏജ് 30 കൊടുത്തേക്കുക. ഇതാണ് നിങ്ങൾ സ്റ്റോക്ക് എടുക്കേണ്ട രീതി. ഇപ്പം ഞാൻ സ്റ്റോക്ക് എടുക്കേണ്ട ഏഷ്യൻ PPGയുടെ ആണ് കാണിച്ചത്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കൺസേൺ, നമ്മളിപ്പോൾ ഓൾറെഡി പൊട്ടിക്കാത്ത 2 ബോട്ടിലിൻ്റെ കഥ ഇവിടെ പറഞ്ഞു. ഇതായിരുന്നു നമുക്ക് പൊട്ടിക്കാത്ത 2 ബോട്ടിലുണ്ടായിരുന്നു, 2 കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടിക്കാത്ത ബോട്ടിലിൻ്റെ വെയിറ്റ് ആയി. ഇനിയിപ്പോൾ പൊട്ടിച്ചതിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് അത് തൂക്കി നോക്കി. ഈ ഐറ്റം ആട്ടോ ഞാൻ പറയുന്നത്. ഇതിനെയാണ് ഞാൻ ഈ പോയിന്റ് ചെയ്യുന്ന മൊത്തം. ഇതിനെ ഞാൻ പോയിന്റ് ചെയ്യും. അപ്പം പൊട്ടിക്കാത്തതിൻ്റെ വെയിറ്റ് നമ്മൾ എടുത്തു. ഇനി പൊട്ടിച്ചതിൻ്റെ വെയിറ്റ് എങ്ങനെ എടുക്കും? അപ്പോൾ ഈ ഐറ്റം ഞാൻ തൂക്കി നോക്കി കഴിഞ്ഞപ്പം എനിക്ക് അവിടെ കാണിച്ചത് ഒരു 670 ഗ്രാമാണ്. ഈ 670 ഗ്രാം ഇൻക്ലൂഡിങ് ടിന്നാണ്. ഇനി എന്ത് ചെയ്യണം? ടിൻ കുറച്ചാൽ എനിക്ക് ആക്ച്വൽ വെയിറ്റ് കിട്ടും. അപ്പോൾ മൈനസ് ടിന്നിൻ്റെ വെയിറ്റ് എവിടെ കുറയ്ക്കും? ഇവിടെ തന്നിട്ടുണ്ട് 400 ഗ്രാം ആണുള്ളത്.
ആ ടിന്നിന്റെ, അതായത് 1 ലിറ്റർ ഉള്ള 1 ലിറ്റർ ആയ ആ ഐറ്റത്തിന്റെ ഒരു ബോട്ടിലിന്റെ വെയിറ്റ്, ആ 1 ലിറ്റർ ബോട്ടിലിന്റെ ടിൻ വെയിറ്റ് എന്ന കമ്പനി നമുക്ക് തന്നേക്കുന്നത് 400 അത് കുറച്ച് കഴിയുമ്പോൾ 270 കിട്ടും. അങ്ങനെ വന്നാൽ നമുക്ക് ടോട്ടൽ 2 എണ്ണം പൊട്ടിക്കാത്തതിന്റെ എമൗണ്ട് ഗ്രാം വെയിറ്റ് 1988 പൊട്ടിച്ചതിന്റെ ലിഡ് കുറച്ചുള്ള വെയിറ്റ് ഇതാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2258 ഗ്രാമാണ് നമ്മുടെ സ്റ്റോക്ക്. ഇതിന്റെ പ്രീ GST എമൗണ്ട് 3.15. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടിയേക്കുന്നത് ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ടത്. മുമ്പേ നമ്മൾ പേസ്റ്റ് ചെയ്തത് പൊട്ടിക്കാത്തതിന്റെ മാത്രമായിരുന്നു കണ്ടെത്തിയത്. നമുക്ക് പൊട്ടിച്ച ബോട്ടിലുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിപ്പം പറയാൻ ശ്രമിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ക്വാണ്ടിറ്റി ഈ എത്ര ഡെസിമൽ, നമുക്ക് ERP-യിൽ അത് 4 ഡെസിമൽ പ്ലേസസ് വരെ എടുക്കുള്ളൂ. പക്ഷേ ഒരു തുള്ളി പെയിന്റിന്റെ വാല്യൂ നിങ്ങൾ കണക്കൂടി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡെസിമൽ പ്ലേസസിൽ വേണമെങ്കിലും നമുക്കത് കൊണ്ടുവരാൻ പറ്റണം. പക്ഷെ 4 ഡെസിമൽ പ്ലേസസ് വരെ ERP-യിൽ എടുക്കുള്ളൂ. നിങ്ങൾ പരമാവധി ഡെസിമൽ പ്ലേസസ് തരിക. അപ്പോൾ നിങ്ങളുടെ വാല്യൂ കുറച്ചുകൂടെ പ്രിസൈസ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇത് ഇത്രേ ഉള്ളൂ. ഈ സ്റ്റോക്ക് എടുക്കുക, ഇതിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ ഈ പാർട്ട് നമ്പറിലുള്ള ഈ ഐറ്റത്തിൽ ഇവിടെ ERP നെയിം ഉണ്ടാവും. ആ ERP നെയിം ആണ് നമുക്ക് വരേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ല, നിങ്ങളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കയറുന്നതിൽ തടസ്സം വരും. ഇനി ഞാനൊരു എക്സൽ കാണിക്കാം. ഈ എക്സൽ ഏകദേശം ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ പ്രിസൈസ് ആയിട്ട് ഇത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഏഷ്യൻ PPGയുടെ ഈ ഐറ്റം ഉണ്ട്. ഇതിൽ നിങ്ങൾ പൊട്ടിക്കാത്ത ബോട്ടിൽ എത്രയാണോ അത് 2 എന്നിട്ടാൽ ഇതിൻ്റെ ഡെൻസിറ്റി ഫാക്ടർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി പൊട്ടിച്ച ബോട്ടിലിൽ നിങ്ങൾ ലിഡ് വെയിറ്റ് കുറയ്ക്കണ്ട, നേരെ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഗ്രാം ഉണ്ടെന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിവിടെ ആഡ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സൽ ഉണ്ട്. ഞാനത് പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതിനെ ഒന്ന് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ഐറ്റവും ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞു തന്നത് ഈ എക്സൽ പ്രകാരം എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോക്ക് എടുക്കാം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ DMS ക്ലോസിംഗ് സ്റ്റോക്ക് ആദ്യം പറഞ്ഞു. ഇനി പെയിന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞു. നിങ്ങളുടെ ബ്രാഞ്ചിലെ പെയിന്റ് ഏതാണോ അതനുസരിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കണം. ഇനി അതർ കൺസ്യൂമബിൾ എന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, കട്ടിംഗ് വീല്, അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ. നമ്മളിപ്പോൾ ഇതേ പറഞ്ഞ ഈ ഗ്രാമിൽ വെയിറ്റ് എടുക്കേണ്ട ഒരു സാധനം കൂടെ ഉണ്ട്, NC തിന്നർ. ഈ NC തിന്നറും ഇതുപോലെ തന്നെയാണ്. NC തിന്നർ നമ്മൾ അതിന്റെ വെയിറ്റ് എടുക്കേണ്ട വരുന്ന അതർ കൺസ്യൂമബിളിൽ വരുന്ന ഐറ്റമാണ്. ഐറ്റം നമുക്ക് നമ്മുടെ ബോഡി ഷോപ്പിൽ റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ട വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ വലിയ വർക്ക്ഷോപ്പുകളിൽ കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ടാവുമായിരിക്കും. ഇത്ര ഐറ്റമാണ് നമുക്കുള്ളത്. ഇതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് തരണം. ഇതും ഈ പേരുകളിൽ തന്നെ വരണം, ഈ നെയിമിൽ തന്നെ നമുക്ക് അത് ക്വാണ്ടിറ്റി വരണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അത് ഈ സമയം കൊണ്ട് അത് ഇമ്പോർട്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചയക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഈ ഫോർമാറ്റിൽ തന്നെ തരണം എന്ന് ഞങ്ങൾ പറയും. ഈ ഫയലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, ഈ മെയിൻ ഷീറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് പേരുകൾ എന്നുള്ളത്. ഇവിടെ NC തിന്നർ ഇതുപോലെ തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഡിഗ്രീസിങ് ക്ലോത്ത്, ഫിൽറ്റർ റീറ്റെയിനർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരുന്നത് NC തിന്നറാണ്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഈ NC തിന്നറിന്റെ പ്രശ്നം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു പെയിന്റ് പോലെ തന്നെ നമുക്ക് ഒരു വെയിറ്റ് ഉണ്ട് ഉള്ള ഒരു ഐറ്റമാണ്. അപ്പം നമ്മൾ അതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് തരേണ്ട വരുമ്പോൾ NC തിന്നറാണ്.
NC തിന്നറിൻ്റെ പേര് ഇത് കൊടുത്തു. യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ഏതായാലും കുഴപ്പമില്ല, LTRS ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാമാണ്, ഗ്രാം, GRM, ഗ്രാം തന്നെ. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൂക്കം നോക്കുക, എത്ര ഗ്രാം ആണെന്ന് നോക്കുക. ആ ഗ്രാമാണ് ഇവിടെ തരണ്ടേ. വെയിറ്റ് എടുക്കുമ്പം ഏകദേശം 1 ലിറ്റർ പൊട്ടിക്കാത്ത, അതിൻ്റെ അകത്ത് 1 ലിറ്റർ എന്ന് പറയുന്ന ഏകദേശം 850 ഗ്രാം ആണെന്നാണ് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾക്ക് കിട്ടിയ 1 ലിറ്ററിന് കിട്ടിയ വില ചിലപ്പോൾ പലയിടത്തും പല റേറ്റാണ്, എനിക്കറിയത്തില്ല എത്രയാണെന്നുള്ളത്, അത് ഏകീകരിച്ചോന്നും അറിയത്തില്ല. 45 രൂപ മുതൽ 70 രൂപ വരെ കിട്ടുന്നവരുണ്ട്, ചിലർ 90 രൂപയ്ക്കാണ്. 70 രൂപയാണെങ്കിൽ 70നെ ഈ 850 കൊണ്ട് 1 ലിറ്ററിലെ വെയിറ്റ് കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 ഗ്രാമിൻ്റെ വില കിട്ടും. ആ 1 ഗ്രാമിൻ്റെ വിലയാണ് നിങ്ങൾക്ക് ഇവിടെ ഇടാനുള്ളത്. അത് തന്നെ ബാച്ച് MRP ആക്കി കൊടുക്കുക. ഇവിടെ A കൊടുക്കുക, H കൊടുക്കുക. ഇത് NC തിന്നർ മാത്രമാണ്. NC തിന്നറും ഒരു ലിക്വിഡ് ഫോമിലാണ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതർ കൺസ്യൂമബിൾസിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സ്റ്റോക്ക് ടേക്കിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ ബ്രാഞ്ചിൽ സ്റ്റോക്ക് നിങ്ങൾ തന്ന് ERP-യിൽ അപ്ലോഡഡ് ആയെങ്കിൽ മാത്രമേ വാല്യുവേഷൻ ഏകദേശം ഓക്കെ ആയെങ്കിൽ മാത്രമേ നമുക്കത് മുമ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ എന്നാ വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയ കാര്യം ഞാൻ പറഞ്ഞു, DMS-ൽ സ്റ്റോക്ക് ടേക്ക് ചെയ്യുന്ന കാര്യം. വർക്ക് ഇൻ പ്രോഗ്രസ് കുറച്ച് നിങ്ങൾ പരമാവധി STA എല്ലാം STA ഔട്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക, റിസീവ് ചെയ്യാനുള്ളതെല്ലാം റിസീവ് ചെയ്യുക, നിങ്ങളുടെ സ്റ്റോക്ക് പക്കയാക്കുക. വർക്ക് ഇൻ പ്രോഗ്രസ് വരാതിരിക്കാൻ ശ്രമിക്കുക, പരമാവധി റിട്ടേൺ എടുക്കുക ഐറ്റം. എന്നിട്ട് ഇല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുക. ഇത് ചെയ്ത് വെച്ചാൽ നിങ്ങൾ സ്റ്റോക്ക് ഞങ്ങൾക്ക് എടുത്ത് അയച്ചു തരിക. യൂണിറ്റ് റേറ്റ് നല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് യൂണിറ്റ് റേറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരുന്ന ഫയലിൽ ഒരു പാർട്ട് ഒന്നിൽ കൂടുതൽ വരെ വരുന്നുണ്ടെങ്കിൽ അത് തലവേദനയാവും. നിങ്ങളത് കറക്റ്റ് ചെയ്യണം, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ യൂണിറ്റ് റേറ്റും MRP-യും ഡിഫറൻസ് ചെക്ക് ചെയ്യുക. അപ്പോൾ യൂണിറ്റ് റേറ്റ് MRP-യേക്കാളും മേളിൽ വരുന്ന ചില ഘട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുക. പിന്നീട് MRP ലുക്കപ്പ് ചെയ്ത് എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ MRP ലുക്കപ്പ് ചെയ്ത് യൂണിറ്റ് റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് പിന്നെ ബാച്ച് ഏതാന്നുള്ളത് കൊടുത്ത് ബാച്ച് A കൊടുക്കുക ഡിഫോൾട്ടായിട്ട് ആദ്യത്തെ തവണ. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് അതിൻ്റെ ഏജാണ്. അതിപ്പോൾ ഡിഫോൾട്ട് 30 എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. പറ്റുമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നിങ്ങൾ വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കും ഓപ്പറേഷന് മുമ്പ്. ഇല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചില വെഹിക്കിളൊക്കെ മിസ്സായി പോകുന്ന കണ്ടിട്ടുണ്ട്, മിഡ് നൈറ്റ് തന്നെ എടുക്കാൻ നോക്കുമ്പോൾ. പിന്നെ അടുത്ത കാര്യം പറഞ്ഞത് ഓപ്പണിംഗ് സ്റ്റോക്ക് പെയിൻ കൺസ്യൂമബിൾ. എല്ലാ പെയിൻ കൺസ്യൂമബിളിലും അതുപോലെ തന്നെ പെയിൻ കൺസ്യൂമബിളിൽ പെടാത്ത NC തിന്നറും എടുക്കേണ്ടത് ഗ്രാമിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ഗ്രാമിൽ തരണം. പ്രീ GST എമൗണ്ട് ആണ്, പെർ ഗ്രാം പ്രീ GST എമൗണ്ട് ആണ് തരേണ്ടത്. അത് തന്നില്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ തെറ്റിപ്പോവും, അക്കൗണ്ട്സ് ബുക്കിൽ തെറ്റിപ്പോവും. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, പ്രീ GSTക്ക് മുമ്പുള്ള എമൗണ്ട് ആണ് നമുക്ക് പെർ ഗ്രാം പ്രൈസ് ആണ് നമ്മൾ ഇതിൽ തരേണ്ടത്. നിങ്ങൾ എത്ര ഗ്രാമാണ് സ്റ്റോക്ക് എന്നാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ 1 ഗ്രാം സ്റ്റോക്കിന്റെ വിലയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഫാക്ടർ എന്നാന്ന് ഞാൻ കാണിച്ചു. അതുപോലെ തന്നെ ലിഡ് വെയിറ്റ് എന്താന്ന് കാണിച്ചു. അതൊക്കെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ നെയിമിംഗ് ഉപയോഗിച്ചേക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പം ആ ലിസ്റ്റിലെ പേരിലാണ് ERP-യിൽ അത് വരുള്ളൂ. പിന്നെ അതർ കൺസ്യൂമബിൾ ആണ് തന്നേക്കുന്നത്. അത് NC തിന്നർ, കോട്ടൺ വേസ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. NC തിന്നർ അതേ പെയിന്റ് എടുക്കുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഈ സമയം കൊണ്ട് ERP-ന്ന് സൈൻ ഔട്ടായി കാണും. എന്നാലും ഞാനൊരു നമ്മൾ എസ്റ്റിമേഷൻ വന്നിട്ട് കൊടുക്കണം.
ഞാൻ സ്റ്റോക്ക് വാല്യൂഷൻ എടുത്താൽ ഇപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഞാൻ അയച്ചു തന്ന എക്സലിനെ നോക്കിയാൽ മതി. ലോഗൗട്ടായി ഇത്ര സമയം ലോഗിൻ ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം ഞാനിതൊന്നും വേറെ ഒന്നും പറയുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഫയലും കൂടെ ഇതിൻ്റെ കൂടെ അയക്കുന്നുണ്ട്. ഏഷ്യൻ PPG ഒക്കെ നിങ്ങൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ERP യൂസ് ചെയ്ത പേരെന്താണെന്നുള്ളതാണ് ഫസ്റ്റ്. ഇതിന് അവരുപയോഗിക്കുന്ന ലിങ്ക്, അവരുടെ ആ എക്സലിൽ ഉപയോഗിക്കുന്ന ലിങ്ക് എന്താണെന്നുള്ളത് കാണിക്കും. അതിൻ്റെ ഡെൻസിറ്റി ഫാക്ടർ ഉണ്ട്, പ്രീ GST എമൗണ്ട് ഉണ്ട്, ലിഡ് വെയിറ്റ് ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞങ്ങൾക്ക് അയച്ചു തരുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാം നിങ്ങളെടുത്ത് സ്റ്റോക്ക് എടുത്തേച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഇവിടെ എടുത്തേക്കുന്ന അക്കൗണ്ട്സിൽ കൊടുക്കുന്ന എമൗണ്ടുമായിട്ട് ടാലി ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി ഇപ്പം ഞാൻ നിങ്ങളുടെ അവിടെ കൂടുതലുള്ളത് ഏഷ്യൻ PPG ആയതുകൊണ്ടാണ് കേട്ടോ ഏഷ്യൻ PPG എന്ന് പറഞ്ഞത്. ഇതേ രീതിയിൽ തന്നെയാണ് അക്സാൾട്ടയ്ക്കും ആപ്ലിക്കബിൾ ആയേക്കുന്നത്. അക്സാൾട്ടയിൽ പേര് ERP യൂസ് ചെയ്യുന്ന പേര് ആണിത്. ചെക്ക് ചെയ്യുക. ഇത് ചില ഐറ്റംസ് ലിറ്റർ കണക്കിന് 1 ലിറ്ററിലും 4 ലിറ്ററിലും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ഫാക്ടർ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോമാക്സ്. അപ്പം നിങ്ങൾക്ക് തന്നേക്കുന്ന എക്സലിൽ ഇതെല്ലാം ഉണ്ടാവും. അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കുക. ഇത് നിങ്ങൾക്ക് അയച്ചു തരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാമോ? നിങ്ങൾ ചോദിക്കുന്നവർ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോ. എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരേണ്ടതാണ് പറഞ്ഞുതരാം.